ലൂക്ക 7-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എനിക്കയ്യോ കഷ്ടം, പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാല പെറുക്കുന്നത് പോലെയും ഞാൻ ആയല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കുലയുമില്ല, ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. ഭക്തിമാൻ ഭൂമിയിൽ നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവനാരുമില്ല. അവരൊക്കെ രക്തത്തിനായി പതിയിരിക്കുന്നു. ഓരോരുത്തൻ താൻ തന്റെ സഹോദരനെ വലവെച്ചു പിടിപ്പാൻ നോക്കുന്നു. ജാഗ്രതയോട് ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു, ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. മഹാൻ തന്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു. അവരിൽ ഉത്തമൻ മുൾപടർപ്പ് പോലെ, നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ. നിന്റെ ദർശകന്മാർ പറഞ്ഞ ദിവസം, നിന്റെ സന്ദർശന ദിവസം തന്നെ വരുന്നു. ഇപ്പോൾ അവരുടെ പരിഭ്രമം വന്നു ഭവിക്കും. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. നിന്റെ മാർവടത്ത് സഹിക്കുന്നവളോട് പറയാത്തവണ്ണം നിന്റെ വായുടെ കതുക് കാത്തുകൊള്ളുക. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മായി അമ്മയോടും എതിർത്ത് നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എനിക്ക് വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്റെ ശത്രു അത് കാണും. നിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. എന്റെ കണ്ണവളെ കണ്ട് രക്ഷിക്കും. അന്നവളെ വീതികളിലെ ചെളി പോലെ ചവിട്ടിക്കളയും. നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു. അന്നാളിൽ നിന്റെ അതിർ അകന്നു പോകും. അന്നാളിൽ അശൂരിൽ നിന്നും മിസ്രയീം പട്ടണങ്ങളിൽ നിന്നും, മിസ്രയീം മുതൽ നദി വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും പർവ്വതം മുതൽ പർവ്വതം വരെയും അവർ നിന്റെ അടുക്കൽ വരും. എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തിയുടെ ഫലം ഹേതുവായും ശൂന്യമായി തീരും. കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശമായി നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൽ കൊണ്ട് മേയ്ക്കണമേ. പുരാതന കാലത്തെന്ന പോലെ അവർ ബാസാനിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. നീ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ജാതികൾ കണ്ടിട്ട് തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും. അവർ വാമേൽ കൈവയ്ക്കുകയും ചെകിടരായി തീരുകയും ചെയ്യും. അവർ പാമ്പുപോലെ പൊടി നക്കും. നിലത്തെ ഇഴജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചുകൊണ്ടുവരും. അവർ പേടിച്ചുകൊണ്ടും നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളൊക്കെ നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയും. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മാറിക്കുമോ?